ഇത് നതഖ്നൽ ജബല, നതഖ നാം പുഴക്കി ഉയർത്തി, അൽ ജബല പർവ്വതത്തെ. ആ സന്ദർഭം ഓർക്കണം. ഇത് നതഖ്നൽ ജബല, നാം ആ മലയെ പർവ്വതത്തെ ഇളക്കി ഉയർത്തിയ സന്ദർഭം ഓർക്കണം. ഫൗഖഹും അവർക്കു മീതെ, കഅന്നഹു ളുല്ലത്തുൻ അതൊരു കുടയെന്നോണം. വളന്നു അവർ വിചാരിച്ചു, അന്നഹു വാഖിഉൻ ബിഹിം അന്നഹു തീർച്ചയായും അത്, വാഖിഉൻ ബിഹിം തങ്ങളുടെ മേൽ വീഴുമെന്ന്, പതിക്കുമെന്ന്. ഖുദൂ നിങ്ങൾ സ്വീകരിക്കുക, മാ ഒരു കാര്യത്തെ, ആതൈനാക്കും നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ബി ഖുവ്വത്തിൻ ശക്തിയോടെ, അല്ലെങ്കിൽ മുറുകെ പിടിക്കുക. വദ്കുറു മാ ഫീഹി അതിലുള്ള കാര്യം ഓർക്കുകയും വേണം. ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ ദൈവഭയമുള്ളവരാകുന്നതിന്. എന്നോട് അർത്ഥം പറയാം. വഇദ് നതഖ്നൽ ജബല ഫൗഖഹും നാം അവർക്കു മീതെ ആ പർവ്വതത്തെ ഇളക്കി ഉയർത്തിയ സന്ദർഭം സ്മരണീയമാണ്, ഓർക്കേണ്ടതുണ്ട്. കഅന്നഹു ളുല്ലത്തുൻ അതൊരു കുടയെന്നോണം, അല്ലെങ്കിൽ ഒരു നിഴലെന്നോണം. വളന്നു അവർ ധരിച്ചു, അന്നഹു വാഖിഉൻ ബിഹിം അത് ഇപ്പോൾ തങ്ങളുടെ മേൽ വീഴുമെന്ന് അവർ വിചാരിച്ചു. ഖുദൂ നിങ്ങൾ സ്വീകരിക്കുക, മാ ആതൈനാക്കും നാം നിങ്ങൾക്കു നൽകിയതിനെ, ബി ഖുവ്വത്തിൻ മുറുകെ, അല്ലെങ്കിൽ ഉറപ്പോടെ, ശക്തിയോടെ. വദ്കുറു മാ ഫീഹി അതിലുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ ഭക്തിയുള്ളവരാകുന്നതിന്. ഈ കാര്യം നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ 63-ാമത്തെ ആയത്തിലും 93-ാമത്തെ ആയത്തിലും പഠിച്ചതാണ്. അതൊന്നും നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ ആശയം മനസ്സിലാവും. ആദ്യം 63-ാമത്തെ ആയത്തൊന്ന് നോക്കുക, പേജ് 10. വഇദ് അഖദ്നാ മീസാഖക്കും നാം നിങ്ങളിൽ നിന്നുള്ള കരാറ് വാങ്ങിയ സന്ദർഭം ഓർക്കേണ്ടതാണ്. ബനൂ ഇസ്രായേലിയരോടാണ് പറയുന്നത്. വറഫഅനാ ഫൗഖക്കും അത്തൂറ നാം നിങ്ങൾക്ക് മീതെ തൂർ പർവ്വതത്തെ ഉയർത്തി. ഖുദൂ മാ ആതൈനാക്കും ബി ഖുവ്വത്തിൻ ആ കരാറ്, അല്ലെങ്കിൽ ആ പ്രതിജ്ഞയുടെ പൊരുള് ഇതായിരുന്നു. ഖുദൂ മാ ആതൈനാക്കും ബി ഖുവ്വ നാം നിങ്ങൾക്ക് നൽകിയതിനെ മുറുകെ പിടിക്കുക. വദ്കുറു മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ അതിലുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവഭക്തി ഉള്ളവരാകാം. ഇനി 2 പേജ് മറിച്ചിട്ട് 93-ാമത്തെ ആയത്തിൽ വഇദ് അഖദ്നാ മീസാഖക്കും 14-ാമത്തെ പേജിൻ്റെ അവസാനത്തെ ആയത്ത്. വഇദ് അഖദ്നാ മീസാഖക്കും നാം നിങ്ങളോടുള്ള കരാറ് സ്വീകരിച്ചുവല്ലോ, ആ സന്ദർഭം ഓർക്കണം. വറഫഅനാ ഫൗഖക്കും തൂറ നാം നിങ്ങൾക്ക് മീതെ തൂർ പർവ്വതത്തെ പുഴക്കിയെടുത്ത് ഉയർത്തി. ഖുദൂ മാ ആതൈനാക്കും ബി ഖുവ്വ ആ കരാർ, അല്ലെങ്കിൽ ആ പ്രതിജ്ഞയുടെ പൊരുൾ നിങ്ങൾക്ക് നാം നൽകിയതെന്തോ അത് മുറുകെ പിടിക്കണമെന്നായിരുന്നു. വസ്മഉ കാര്യങ്ങൾ കേൾക്കണം എന്നുമായിരുന്നു. അപ്പം അവിടെയും പറഞ്ഞിരിക്കുന്നത് ഈ കരാറിനെ സംബന്ധിച്ച ഇതേ കാര്യം സൂറത്തു നിസായിൽ വന്നിട്ടുണ്ട്. സൂറത്ത് നിസായിലെ 154-ാമത്തെ ആയത്തിൽ ഈ കാര്യം ഒരിക്കൽ കൂടെ അല്ലാഹു തആല ആവർത്തിക്കുന്നുണ്ട്. 102-ാമത്തെ പേജിൻ്റെ അവസാനത്തെ ആയത്ത്. വറഫഅനാ ഫൗഖഹും തൂറ 102-ാമത്തെ പേജിലെ അവസാനത്തെ ആയത്ത്. വറഫഅനാ ഫൗഖഹും അത്തൂറ നാം അവർക്ക് മീതെ തൂർ പർവ്വതത്തെ ഉയർത്തി. ബി മീസാഖിഹിം അവരുടെ കരാറും കൊണ്ട്, അഥവാ കരാറ് നൽകിയിട്ട് അത് പാലിക്കേണ്ടതുണ്ട് എന്നതിന് ഗൗരവമുള്ള ഒരടയാളം എന്നുള്ള നിലക്ക് കരാറ് പാലിക്കാൻ അവർ സന്നദ്ധരല്ലെന്നെങ്ങാനും അവർ വിചാരിച്ചാൽ അവരുടെ മീതെ ഇപ്പം വീഴുമെന്ന മട്ടിൽ തൂർ പർവ്വതത്തെ നാം ഉയർത്തി. വഖുൽനാ ലഹും നാം അവരോട് പറഞ്ഞു, ഉദ്ഖുലുൽ ബാബ സുജ്ജതൻ നിങ്ങൾ ആ കവാടത്തിലൂടെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിനീതരായി പ്രവേശിക്കണം. വഖുൽനാ ലഹും ലാ തഅലൂ ഫിസ്സബ്തി നിങ്ങൾ സാബത്തു നാളിൽ അന്യായം ചെയ്യരുത്, നിയമലംഘനം നടത്തരുത് എന്നും നാം അവരോട് പറഞ്ഞിട്ടുണ്ട്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീള അവരിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കരാറിനെ നാം സ്വീകരിച്ചു.
അപ്പോൾ ഈ 3 ആയത്തുകൾ നോക്കുമ്പോൾ സൂറത്തു അൽ ബഖറയിലെ 63, 93, സൂറത്തു നിസായിലെ 154 സൂക്തങ്ങൾ നോക്കുമ്പോൾ ഇവിടെ അഅറാഫിൽ 171 പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. പർവ്വതത്തെ പുഴക്കിയെടുത്ത് ഉയർത്തി. അവിടെയൊക്കെ റഫഅന എന്നാണ് പറയുന്നത്, ഇവിടെ നതഖന എന്നാണ് പറയുന്നത്. നതഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളക്കി അല്ലെങ്കിൽ പുഴക്കിയെടുത്തിട്ട് പൊന്തിച്ചു എന്നാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ? അതൊരു മേഘക്കുട എന്നോണം അല്ലെങ്കിൽ ഒരു കുട എന്നോണം അവർക്ക് മീതെ കരാറ് പാലിക്കും എന്ന കാര്യം അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങാനാണ്. പക്ഷെ പിൽക്കാലത്ത് എന്നിട്ടും അവർ കരാർ ലംഘിച്ചു. പിൽക്കാലത്ത് പിന്നെയും അവർ കരാർ ലംഘിച്ചു. സാബത്ത് നാളിൽ നിയമലംഘനം നടത്തരുത് എന്നാണ് ഇപ്പം നമ്മൾ ഇവിടെ സൂറത്ത് നിസായിൽ മനസ്സിലാക്കിയത്. പക്ഷേ എന്നിട്ടോ ശനിയാഴ്ച നാളിൽ അവർ ആ നിയമലംഘനം നടത്തി. പിന്നെ അവരെ കടുത്ത വിധത്തിലുള്ള ശിക്ഷിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ, ഉള്ള ശിക്ഷിച്ചു. ഇവിടെ കാര്യമാണ് ഉണർത്തുന്നത്. വൈദ് നതഖനൽ ജബല ഫൗഖഹും, അവർക്ക് മീതെ നാം പർവ്വതത്തെ ഉയർത്തി. അന്നഹു ലുല്ലത്തുൻ, ലുല്ല എന്താണ് കുട നിർത്തേണ്ടത്, നിഴൽ നിർത്തേണ്ടത്, മേഘക്കുട എന്നൊക്കെ അർത്ഥം പറഞ്ഞതായിട്ട് കാണാം. ഇപ്പം ഏതൊരു കരാറ് ചെയ്യുമ്പോഴും അതിന് ഗൗരവമുള്ള ഒരു അന്തരീക്ഷം. നമ്മൾ ഒരു കരാറ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ സമൂഹത്തിലെ ഉന്നതന്മാരെ ചിലപ്പോൾ അതിൽ പങ്കെടുപ്പിക്കും. ഒരു കല്യാണം അതൊരു കരാറാണല്ലോ, ഒരു നിക്കാഹ്. അതിൽ നാട്ടുമുഖ്യന്മാരും പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാകും. എന്തിനാണത്? ആ കരാറിനൊരു ഗൗരവ സ്വഭാവം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇത് നമ്മൾ മഹല്ല് പ്രസിഡന്റിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു തീർക്കണം. അദ്ദേഹത്തെ 2 കൂട്ടർക്ക് വിശ്വാസമാണ്. അതെന്തിനാണ്? ആ ഒരു ഉള്ള വിശ്വാസം ജനങ്ങളെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കരാറ് ചെയ്യും. ഇത് ബനി ഇസ്രായേലിൽ നിന്ന് അല്ലാഹു തആല കരാറ് ചെയ്തപ്പോൾ ചെയ്യുന്ന കരാറിൻ്റെ ഗൗരവം, അത് പാലിക്കാതിരുന്നാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അവരെ ഉണർത്താൻ കൂടിയാണ് ഈ കരാറ്. ബനി ഇസ്രായേൽക്കാർ പാലിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി. പലതരത്തിൽ അല്ലാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്, പലതരത്തിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ഒന്ന്, മരുഭൂമിയിൽ തന്നെ 40 കൊല്ലം ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ അലഞ്ഞു തിരിയേണ്ടി വന്നു. പിന്നെ ഫലസ്തീനിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും അള്ളാഹുവിനോട് ധിക്കാരം അനുവർത്തിച്ചപ്പോൾ മറ്റു ജനങ്ങളിലൂടെ, അയൽ നാടുകളിലൂടെ അവരെ ശിക്ഷിച്ചു. അവർ നിരന്തരമായി അയൽപ്പക്കക്കാരുടെ, അയൽ രാജ്യങ്ങളുടെ ആക്രമണം, ചിന്നിച്ചിതറി. ഇങ്ങനെ അവർ ലോകത്ത് ആകെ ഒരു അഭയം കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ അരക്ഷിതത്വം അനുഭവിക്കുന്ന ജനങ്ങൾ ആരാ? ഇസ്രായേല്യരാ. സമാധാനമില്ല, ഉറക്കമില്ല, മാനസിക രോഗമാണ്. ഫലസ്തീനികളോ പ്രയാസം അനുഭവിക്കണില്ലുണ്ട്. എന്നാലും അവർ അള്ളാഹുവിൽ ഏൽപ്പിച്ചത് കൊണ്ട് അവർക്ക് മരിക്കാനൊരു പേടിയില്ല. മരിക്കാൻ ഏറ്റവും പേടിയുള്ള കൂട്ടരാണ് ജൂതന്മാർ. അപ്പോൾ അത്തരത്തിൽ വന്നു അന്നഹു ആഖിഉൻ ബിഹിം, ഇതിപ്പോൾ തങ്ങളുടെ മേൽ വീഴും. എന്താണ് എന്നിട്ട് ഈ കരാറ്? ഈ മല ഇപ്പം ഞങ്ങളുടെ മീതെ വീഴുമെന്ന് പറയുമ്പോൾ പിന്നെ ഒരു വേഗം ഞങ്ങൾ പാലിച്ചോളാം എന്ന് ഉറപ്പ് പറയും. എന്താ കരാറിലെ വ്യവസ്ഥ? ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നാം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അഥവാ ദൃഢമായ വിശ്വാസത്തോടും അതിനോടുള്ള ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടി നമ്മൾ സ്വീകരിച്ചിരിക്കണം. അതേമാതിരി തന്നെ അള്ളാഹുവിനോടുള്ള ഭക്തിയെ, ധർമ്മബോധത്തെ വളർത്തുന്ന വിധത്തിൽ സകലമാന വേണ്ടാവൃത്തികളിൽ നിന്നും അന്ധവിശ്വാസ അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന വിധത്തിൽ ഇത് നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. അതാണ് കരാർ. മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അവർക്ക് ലഭിക്കുന്ന വേദത്തിൻ്റെ പാഠങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, ഈ വാചകം ഇപ്പോൾ നമ്മൾ പറഞ്ഞ മറ്റു 3 സ്ഥലങ്ങളിലും ഇതേ വാചകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം ബനു ഇസ്രായേൽക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കും അതിലൂടെ പാഠങ്ങളുണ്ട്. നമ്മളും അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തവരാണ് ഷഹാദത്ത് കലിമയിലൂടെ. ആ പ്രതിജ്ഞയുടെ വിശദാംശമാണ് ഖുർആൻ. അത് നിങ്ങളും മുറുകെ പിടിച്ച് ജീവിച്ചു കൊള്ളണം എന്നതാണ് വരികൾക്കിടയിലൂടെ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖുർആൻ ബോധനം എന്ന ഖുർആൻ പരിഭാഷയിൽ ഇത് സംബന്ധമായി പറയുന്നതും ഇത് ഇസ്രായേല്യരുടെ കാര്യത്തിൽ മാത്രമല്ല,
ഖുർആൻ അടക്കമുള്ള എല്ലാ വേദത്തിൻ്റെയും വാഹകരുടെ കാര്യത്തിൽ സാധുവാകുന്നു. ഖുർആനിൽ വിശ്വസിക്കുന്നതിലൂടെ മുസ്ലിങ്ങളും അള്ളാഹുവുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അത് ലംഘിക്കപ്പെട്ടാൽ ഇസ്രായേല്യർ നേരിട്ട പരിണതികൾ തന്നെയാണ് അവരും നേരിടുക. അക്കാര്യം ഉത്ബോധിപ്പിക്കാൻ കൂടിയാണ് ഖുർആൻ ഈ ഉടമ്പടിയെ ആവർത്തിച്ച് അനുസ്മരിക്കുന്നത്. കേട്ടോ, അപ്പോൾ നമ്മളെ ഉണർത്തണം. മുസ്ലിം സമൂഹം അള്ളാഹുവുമായി ചെയ്ത കരാറിനെ ലംഘിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ ബനു ഇസ്രായേല്യർക്ക് സംഭവിച്ചത് പോലെയുള്ള പതിത്വവും നിന്ദ്യതയും മുസ്ലിമീങ്ങളെയും ബാധിക്കും. അതാണ് ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ വദ്കുറൂ മാ ഫീഹി, അതിലുള്ളത് ഓർക്കണം. അതിലുള്ളത് ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, അതൊക്കെ ഓർമ്മയുള്ള ആളാണ് എന്നല്ല. അതിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ ജീവിത നിലപാടുകളിലും ഓർമ്മ ഉണ്ടാകണം. ഓരോ പെരുമാറ്റത്തിലും, ഓരോ വർത്തമാനത്തിലും, ഓരോ ഇടപാടിലും, ഓരോ നിലപാടിലും, ഓരോ ആദർശം സ്വീകരിക്കുമ്പോഴും. അപ്പോഴൊക്കെ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ദീനിന് നിരക്കുന്നതാണോ, അള്ളാഹുവിൻ്റെ ഖുർആനിന് നിരക്കുന്നതാണോ? അതാണ് വദ്കുറൂ മാ ഫീഹി. അല്ലാതെ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട്, ജീവിതത്തിലോ നിലപാടിലോ സ്വീകരണത്തിലോ അത് കാണുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഓർമ്മ ഉണ്ടായിട്ട് കാര്യമില്ല, അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനെ വന്നാലാണ് നിങ്ങൾ മുത്തഖീങ്ങളാവുക. നിങ്ങൾക്ക് മുത്തഖീങ്ങളാകണമെങ്കിൽ ഖുർആനിലൂടെ അല്ലാഹു തആല നൽകിയിരിക്കുന്ന കരാറിനെ സ്വീകരിക്കുകയും അതിലുള്ള കാര്യം ഓർമ്മിക്കുകയും വേണം എന്നാണ് മുസ്ലിമീങ്ങളോട് വരികൾക്കിടയിലൂടെ അല്ലാഹു തആല ഉണർത്തുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്തുക. വൈദ് നതഖ്നൽ ജബല, നാം ആ മലയെ ഇളക്കിയെടുത്ത് ഉയർത്തി. ആ സന്ദർഭം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഫൗഖഹും, അവർക്ക് മീതെ, കഅന്നഹു ളുല്ലത്തുനൊരു കുടയെന്ന വണ്ണം, വലന്നു, അവർ വിചാരിച്ചു, അന്നഹു വാഖിഉൻ ബിഹിം, അത് അവരുടെ മേൽ വീഴുമെന്ന്. ളുല്ലത്ത് എന്നുള്ളതിന് എന്താണ് അവിടെ അർത്ഥം കൊടുത്തിരിക്കുന്ന പരിഭാഷയിൽ ആരുടെ കയ്യിൽ നോക്കുമോ? മിളല്ല എന്നൊക്കെ കൊടക്കാണ് പറയുക. മിളല്ല തണൽ നൽകണത് എന്നുള്ളതാണ്. അപ്പോൾ മേഘത്തിൻ്റെ തണലും ആവാം സൂചന. അതുപോലെ മേഘം തന്നെ സൂര്യനെ മറക്കുമല്ലോ, അപ്പോൾ നമുക്ക് തണൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് പറയും മേഘത്തെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഒരു കുട എന്ന വണ്ണം. അപ്പോൾ അതന്നെയാണ് വലന്നു അന്നഹു കഅന്നഹു ളുല്ലത്തുൻ. കഅന്നഹു പറഞ്ഞാൽ പോലെ എന്നാണ്, ളുല്ലത്തുൻ കുട പോലെ. വലന്നു, അവർ വിചാരിച്ചു, അന്നഹു വാഖിഉൻ ബിഹിം, വഖഅന വീണു, വാഖി വീഴുന്നത്, ബിഹിം അവരെയും കൊണ്ട്, അഥവാ അവരുടെ മേലെ. ഇപ്പം ഇത് മല നിലത്ത് തൊടാതെ നിൽക്കുകയാണ്, അതിപ്പോൾ വീഴും എന്ന് ഏതായാലും മനുഷ്യന്മാർ വിചാരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും അള്ളാഹുവിനോടുള്ള കരാറിനെ അവർ ഗൗരവപൂർവ്വം പാലിക്കും, പേടിയോടുകൂടി സ്വീകരിക്കും. അന്നഹു വാഖിഉൻ ബിഹിം. ഖുദു, അഖദ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ഖുദ്, അതിൻ്റെ ബഹുവചനമാണ് ഖുദു. നിങ്ങൾ സ്വീകരിക്കണം മാ, ഒരു കാര്യത്തെ, ആതൈനാക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു കാര്യത്തെ, അഥവാ വേദത്തെ, ബിഖുവ്വത്തിൻ, ഉറപ്പോടെ, ശക്തിയോടെ, മുറുകെ പിടിക്കുക. വദ്കുറൂ മാ ഫീഹി, അതിലുള്ള കാര്യം, ഉദ്കുർ, ദിക്ർ, ഓർമ്മ ഉണ്ടാവുക. വദ്കുറൂ, നിങ്ങളെല്ലാവരും ഓർക്കണം, മാ ഫീഹി, അതിലുള്ള, മാ ഒരു കാര്യത്തെ, ഫീഹി അതിലുണ്ടത്. അപ്പോൾ ആ വേദത്തിലുള്ള കാര്യത്തെ നിങ്ങൾ ഓർക്കണം, ഓർമ്മിക്കണം. ഏതൊരു ജീവിത മേഖലയിലാണെങ്കിലും അല്ലാഹു തആല നൽകിയിട്ടുള്ള വേദാധ്യാപനങ്ങൾ മറന്നുകൊണ്ടുള്ള നിലപാടുണ്ടാകാൻ പാടില്ല. ലഅല്ലക്കും തത്തഖൂൻ, എന്നാൽ നിങ്ങൾ മുത്തഖീങ്ങളാകും. മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും തഖ്വയുള്ളവരെ പറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.